ഹലോ നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് PPR വെൽഡിംഗ് മെഷീൻ്റെ നമുക്ക് പൈപ്പിന് എന്തെങ്കിലും ഹോളോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ടൈൽസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സോപ്പ് ഡിഷ് അതുപോലുള്ള അല്ലെങ്കിൽ അലമാര റാക്ക് ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഡ്രില്ല് ചെയ്യുമ്പോൾ പൈപ്പിലേക്ക് കുടുങ്ങി പൈപ്പൊക്കെ ഹോൾസ് ആയി കഴിഞ്ഞാൽ ആ ഹോള് റിപ്പയറിങ് ചെയ്യുന്ന ഒരു ടൂൾസാണ്, ഒരു ഡൈ ആണ്. PPR വെൽഡിംഗ് മെഷീൻ്റെ കൂടെ വരുന്നതല്ല, അത് നമ്മൾ പുറത്തുനിന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ പല സൈസിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 2-3 സൈസ് ഉണ്ട്. അതിൽ 1-2 സൈസ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. താമസിക്കാതെ ആ വീഡിയോയിൽ ഇതാണ് നമ്മളെ ഒരു റിപ്പയറിങ് ഡൈ എന്ന ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫീമെയിലാണ്, ഇത് മെയിലുമാണ്. അപ്പോൾ മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതാണ് നമ്മൾ ഹോൾസ്, അഥവാ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതാണ് ഹോൾസിൻ്റെ മാക്സിമം ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾസേ അടിക്കുകയുള്ളൂ. നമ്മളെ കാർപ്പൻറ്റർമാരായാലും റാക്കൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ 6-ൻ്റെ ബിറ്റ് ഇങ്ങനെ ഹോൾ അടിക്കാനാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ പൈപ്പിൽ ഹോൾ കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു ഹോളായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ഹോള് വരുമ്പോൾ നേരത്തെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഒട്ടിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് അതിൽ കൂടുതൽ ഈ ടൂൾസിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഈ ഡൈയിനെ. അപ്പോൾ ഡൈ നമുക്ക് 2 രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡൈക്ക് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചൂടാക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇത് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് പ്രായോഗികമായിട്ട് നമുക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡൈ ആണ് ഈ ഡൈ വരുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക. ഇത് നമുക്ക് ഫ്രണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ ഫിക്സിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിത് ഇവിടെ നിന്നാണ് ഇത് നട്ട് ഇട്ടിട്ട് ഇത് ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മളൊരു മെത്തേഡ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മാക്സിമം ചുമരിലേക്കൊക്കെ ശരിക്ക് ആ എൻഡ് വരെ നമുക്ക് ഇങ്ങനെ കുത്താം. ഇങ്ങനെ കുത്തിയിട്ട് ഇത് പൈപ്പിലേക്ക് പോകും. പൈപ്പ് ഏകദേശം ഇപ്പോൾ നമുക്കൊരു പൈപ്പിൻ്റെ ഒരു അളവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അളവിലാണല്ലോ ഇപ്പോൾ ഉണ്ടാവുക, ഈ അളവിലാണ് ഓടുക പൈപ്പ്. ചുമര് കനമൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കും ടൈൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കനം വരുന്ന കുട്ടികൾ, ഈ കനം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇത്രയും നമുക്ക് ഉള്ളിലേക്ക് ഡെപ്ത് കിട്ടും. അപ്പോൾ പൈപ്പിൽ ഇഷ്ടം പോലെ ധാരാളമായിരിക്കും പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറക്റ്റ് നോക്കിയിട്ട് പൈപ്പ് എവിടെ നോക്കിയിട്ട് പൈപ്പിൻ്റെ അളവ് എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആ കയറാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു ഡേ മാത്രം നമുക്ക് അളവെടുത്ത് കറക്റ്റ് അതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഈ പറഞ്ഞ അതേമാതിരി തന്നെ നമുക്ക് ഈ സ്റ്റിക്ക് ഹീറ്റാകുമ്പോൾ ഈ സ്റ്റിക്ക് ചുരുങ്ങും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിക്ക് ഹീറ്റാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തീർക്കാം. കാരണം ഈ സാധനം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെ മുമ്പ് നേരത്തെ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെൽഡിംഗ് ഡൈ ആണ് ഈ ഡൈ. ഇത് നമ്മൾ ആമസോണിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1200 രൂപ വില വരുന്നുണ്ട് ഈ ഡൈ സെറ്റിന്. അപ്പോൾ ഇതിൻ്റെ തന്നെ അളവ് പല അളവ് ഡൈ ആയിട്ടുള്ള ഡയമീറ്റർ അളവിലുള്ളതുണ്ട്. 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, അങ്ങനെ പല റേറ്റിലുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് ഇതാണ്. ഇതേ നമുക്ക് വന്നിട്ടുള്ളൂ. ഇത് അത്യാവശ്യമായിട്ട് നമുക്ക് ഹോൾ അടിക്കാം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഈ ഹോൾ ഈ കനത്തിലാണ് നമുക്ക് വരിക. അതിൽ കൂടുതലായിട്ടുള്ള കനത്തിലൊന്നും ഒരു ഹോളും നമ്മൾ അടിക്കൂല, അത്ര വലുതായിട്ട് നമ്മൾ ഹോൾ അടിക്കില്ല. അങ്ങനെ ഹോൾ അടിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ടൈൽസ് പൊട്ടിച്ചുള്ള റിപ്പയറിംഗ് നടക്കുള്ളൂ. അത് PPR ആണെങ്കിലും ഏത് പൈപ്പാണെങ്കിലും നമുക്കിങ്ങനെ ഈ ഹോളിംഗ് പരിപാടി നടക്കില്ല. 10-ൻ്റെ ബിറ്റോ 12-ൻ്റെ ബിറ്റോ ഒക്കെ കയറുമ്പോൾ ഇത്രയും മൊത്തത്തിലല്ല കയറി പോവുക.
അപ്പോൾ നമുക്ക് നടക്കില്ല. ഇത്തരം ഹോൾസുകൾക്ക് നമുക്ക് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർഗത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡൈ ആണ് ഈ PPRൻ്റെ ഡൈ. 1200 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ നമുക്ക് ഇത് എത്തിച്ചു തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഡൈയിനെ പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത്.